എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, നമ്മുടെ കർത്താവായ ഈശോയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചും രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ അമൂല്യമായ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയും പരിഭാവനതയെക്കുറിച്ചെല്ലാം ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ 3 ദിനങ്ങളായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം തിരുസഭ കർത്താവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും സഭ നൽകിയിരിക്കുന്ന മാസമാണ് ജൂലൈ മാസം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിനങ്ങളും പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നയിച്ചു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവായ യേശുവിൻ്റെ തിരുച്ചോരയുടെ മുദ്രയാൽ നമ്മുടെ ജീവിതങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മുടെ ഓരോ കുടുംബവും കർത്താവിൻ്റെ രക്തത്താൽ പ്രകാശിതമാകുവാൻ, നമ്മുടെ തലമുറകളിലുള്ള പാപരോഗ ശാപബന്ധനത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും അഴിഞ്ഞുമാറി നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ തിരുച്ചോരയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അഭിഷേചിതമാകുവാൻ, നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും കർത്താവിൻ്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങളേവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ നിറഞ്ഞൊഴുക്കുണ്ടാകുവാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെ തിരിച്ചോര തെളിച്ച് നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് പൈശാചിക പീഡകള്, നാരകീയ ശക്തികള്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങള്, പൈശാചിക അരൂപികള്, സാത്താന്യ പീഡകള് കർത്താവായ യേശുവിൻ്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാല് ഛിന്ന ഭിന്നമായി പോകുവാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈശോ നമുക്ക് നേടിത്തന്ന വിമോചനത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണിത്. അനേകരെ ഈശോ തൻ്റെ തിരുച്ചോരയാൽ സ്വതന്ത്രമാക്കുന്ന, സുഖപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന കൃപയുടെ സമയമാണിത്. 108-ാം സങ്കീർത്തനം 13-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. നമ്മളൊരു പോരാട്ടത്തിന്റെ സമയത്തിലാണ്. വെളിപാട് 12:12 കാലഘട്ടത്തിൽ പിശാച് മറ്റേത് നാളുകളേക്കാൾ ഉപരി പ്രബലപ്പെട്ടിരിക്കുന്നൊരു കാലം. ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞാടുകയാണ്. ഈ സമയത്ത് കർത്താവിന്റെ ജനം പോരാട്ട വീര്യമുള്ളവരാകണം. ഈ പോരാട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മെ വിളിച്ച കർത്താവ് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി പൊരുതുന്നത്. ഈ യുദ്ധത്തിൽ നമ്മുടെ ആയുധങ്ങൾ എന്താണ്? അതിൽ പ്രധാനപ്പെട്ട ആയുധമാണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തിൽ നമുക്ക് വിജയമുണ്ട്. യേശുവിന്റെ രക്തത്തിൽ നമുക്ക് അഭിഷേകമുണ്ട്. യേശുവിന്റെ രക്തത്തിൽ നമുക്ക് വീണ്ടെടുപ്പും വിമോചനവുമുണ്ട്. കർത്താവിന്റെ തിരുച്ചോരയിൽ നമുക്ക് ആവശ്യമായ സകല നന്മകളുമുണ്ട്. ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. കർത്താവ് തന്റെ രക്തത്തിലൂടെയാണ് സാത്താന്റെ തലയെ തകർത്ത് കളഞ്ഞത്. പിശാചിന്റെ അടിസ്ഥാനങ്ങളെ ഈശോ നിർവീര്യമാക്കിയത് തന്റെ കുരിശിലെ രക്തം ചിന്തലിലൂടെയാണ്.
എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ തിരുരക്തം വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വലിയൊരു സമരായുധമാണ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യമായ രക്തം. ഏത് മേഖലകളിലാണ് നമുക്ക് വിമോചനം വേണ്ടത്? ഏത് തലത്തിലാണ് നമുക്ക് സൗഖ്യമുണ്ടാകേണ്ടത്? എവിടെയാണ് വീണ്ടെടുപ്പിന്റെ ശക്തി നമ്മൾ അനുഭവിക്കേണ്ടത്? ഏതൊക്കെ മണ്ഡലങ്ങളിലേക്കാണ് ദൈവകൃപ നിറഞ്ഞൊഴുകേണ്ടത്? ആ തലങ്ങളിലേക്കെല്ലാം യേശുവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. തിരുച്ചോരയുടെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുവാനായി, അമൂല്യ രക്തത്തിന്റെ ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാനായി, യേശുവിന്റെ തിരുച്ചോരയുടെ അഭിഷേകത്താൽ ദൈവജനം മുഴുവൻ നിറയപ്പെടുവാനായി നമ്മൾ ഒന്നിച്ച് വിളിക്കുകയാണ് കർത്താവായ യേശുവിന്റെ നാമം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 10-ാം അധ്യായം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. വളരെ വ്യക്തമായി പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകങ്ങളല്ല, ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ദൈവത്തിൽ ശക്തങ്ങളാണ്. പിശാചിന്റെ കോട്ടകളെ, സാത്താൻ ഉയർത്തിയിരിക്കുന്ന ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കുവാൻ കർത്താവായ യേശുവിന്റെ തിരുച്ചോരയ്ക്ക് ശക്തിയുണ്ട്. കർത്താവിന്റെ തിരുരക്തത്തിൽ തകരാത്തൊരു കോട്ടയുമില്ല, അഴിയാത്ത ഒരു ബന്ധനവുമില്ല, ഒടിഞ്ഞു മാറാത്ത ഒരു നുകവുമില്ല, നിർവീര്യമാകാത്ത ഒരു വിധത്തിലുള്ള പൈശാചിക പീഡകളില്ല. എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം അത്ഭുത രക്തമാണ്. യേശുവിന്റെ രക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്, അനുഗ്രഹിക്കുന്ന രക്തമാണ്, നമ്മെ വിമോചിപ്പിക്കുന്ന രക്തമാണ്. നമ്മൾ ഒന്നിച്ച് ആ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പാപ രോഗ ശാപ ബന്ധനങ്ങൾ നിർവീര്യമാക്കുന്ന യേശുവിന്റെ രക്തമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന യേശുവിന്റെ രക്തമേ, തലമുറകളെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തമേ, ദേശാന്തരങ്ങളെ ഉണർത്തുന്ന യേശുവിന്റെ രക്തമേ, പാപ പൈശാചിക ശക്തികളെ നിർവീര്യമാക്കുന്ന യേശുവിന്റെ രക്തമേ, കറയില്ലാത്ത രക്തമേ, അമൂല്യ രക്തമേ, പരിശുദ്ധ രക്തമേ, ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ് പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ, ഓരോ കുടുംബത്തിലേക്കും പെയ്തിറങ്ങട്ടെ, ഓരോ ആത്മാവിലേക്കും പെയ്തിറങ്ങട്ടെ. പിശാചിന്റെ പിടികൾ പൊട്ടട്ടെ, നരകത്തിന്റെ ശക്തികൾ തകരട്ടെ, പാപ തിന്മയുടെ മുഖങ്ങൾ ഒടിഞ്ഞു മാറി പോകട്ടെ. റിലീസ് യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ, അമൂല്യ രക്തമേ, ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുനാമം വിളിച്ച്, യേശുവേ തിരുച്ചോരയാൽ മറയ്ക്കണമേ, ഞങ്ങളെ കഴുകണമേ, മുദ്ര ചെയ്യണമേ. Blood of Jesus, blood of Jesus, blood of Jesus. Amen. Glory. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് യാചനാപുരം തുറന്നു പിടിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, സമൂഹങ്ങളിൽ, തിരുസഭ മുഴുവനിലും കർത്താവിന്റെ പരിശുദ്ധമായ രക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ, എല്ലാ പൈശാചിക പീഡകളും ഛിന്ന ഭിന്നമാകുവാൻ, സാത്താന്റെ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുവാൻ, ഓരാത്മാവും വീണ്ടെടുപ്പിന്റെ ശക്തി അനുഭവിക്കുവാൻ ഒന്നിച്ചു പാടുന്നു. യേശുവിന്റെ രക്തമേ, പ്രഷ്യസ് ബ്ലഡ്, തിരുക്കരത്താൽ വഹിച്ചുവെന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അത്ഭുത സ്വരമുയർത്തി പാടി പ്രാർത്ഥിച്ച് ഇത് ഓരോ കുടുംബത്തിലേക്കും രക്തം പെരുമഴ പോലെ പെയ്യുന്നു. ശാപക്കെട്ടുകൾ പൊട്ടുന്നു,
പാപബന്ധനങ്ങൾ അഴിയുന്നു. യേശുവിന്റെ രക്തമേ, യേശുവിന്റെ രക്തമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും തിരുരക്തത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഉണർവോടെ പാടി പ്രാർത്ഥിച്ച് കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സകല കുടുംബങ്ങളുടെ മേൽ, യേശുവിൻ രക്തം, തലമുറകളുടെ മേൽ, യേശുവിൻ രക്തം, സമർപ്പിത കൂട്ടായ്മകളുടെ മേൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഈശോയേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. ഓരാത്മാവിലേക്ക് പിശാചിന്റെ പിടികൾ പൊട്ടട്ടെ. നരകത്തിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ. സാത്താന്യ പോരാട്ടങ്ങൾ ചിതറട്ടെ. യേശുവിൻ തിരുരക്തം. ഈശോയേ, ഉച്ചത്തിൽ വിളിച്ച യേശുവിൻ തിരുരക്തം. Blood of Jesus, blood of Jesus. ഇരു കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ, കുഞ്ഞുങ്ങൾ ഒടിയട്ടെ. പാപശക്തികൾ, തിന്മയുടെ ശക്തികൾ നിർവീര്യമാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ വെളിപ്പെടട്ടെ. മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ കുടുംബങ്ങൾ സ്വതന്ത്രമാക്കപ്പെടട്ടെ. തലമുറകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. സാത്താന്റെ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടട്ടെ. റിലീസ്. കരമുയർത്തി വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള രക്തമേ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന തിരുരക്തമേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന തിരുച്ചോരയെ, ഞങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിന്റെ രക്തമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം ഞങ്ങളിൽ പെയ്തിറങ്ങട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിയിലേക്കും തിരുരക്തം പെയ്തിറങ്ങട്ടെ. യേശുവിൻ തിരുരക്തം. Blood of Jesus, blood of Jesus. പരിശുദ്ധ മാതാവേ, കർത്താവിന്റെ തിരുച്ചോരയുടെ അനന്തശക്തിയാൽ ഞങ്ങളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ, തിരുരക്തത്തിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ജീവിക്കുവാൻ, എപ്പോഴും തിരുച്ചോരയുടെ മറവിലായിരിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവേ പിതാവേ, പിതാവിന്റെ മധ്യസ്ഥം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധരെ മലാഖമാരെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, കർത്താവായ യേശുവിൻ്റെ തിരുച്ചോരയുടെ അനന്തശക്തിയെക്കുറിച്ചും തിരുരക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ തിരുരക്തത്തെ വിളിച്ച് നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്നതിനെക്കുറിച്ചും കഴിഞ്ഞ 3 ദിനങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈ 4-ാം ദിനത്തിൽ തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്
കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നേട്ടങ്ങളെക്കുറിച്ചാണ്. ഈശോയുടെ രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും അനന്തമായ നന്മകളും. മാർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 24 വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രാധാന്യമുള്ള വാക്കുകളാണിത്. മനുഷ്യവർഗം മുഴുവന് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണിത്, പുതിയ ഉടമ്പടിയുടെ രക്തം. കർത്താവ് തൻ്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ നിത്യമായൊരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ന്യൂ കവനന്റ്, ഒരു പുതിയ ഉടമ്പടി. നമ്മൾ പുതിയ ഉടമ്പടിയുടെ ജനമാണ്. ഈ ഉടമ്പടി പ്രകാരം നമ്മൾ കൃപയ്ക്കു കീഴിലാണ്. നമ്മൾ അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ നീർച്ചാലുകളാണ്. എന്തുമാത്രം അനുഗ്രഹങ്ങളും നന്മകളുമാണ് തൻ്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ ഈശോ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും തോറും നമ്മുടെ ഹൃദയം അഭിഷേകത്താൽ പ്രകാശിതമാവുകയാണ്. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് പരിശുദ്ധ റൂഹ നമ്മളെ നയിക്കുമ്പോൾ കർത്താവിൻ്റെ ചോരയാൽ നമ്മൾ മുദ്രിതരാകുകയാണ്. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി പ്രകടമായി എന്നിൽ വ്യാപരിക്കുന്ന അനുഭവം പലപ്പോഴും കർത്താവ് വ്യക്തിപരമായി നൽകിയുണ്ടായി. അനേകമിടങ്ങളിൽ പല പ്രാവശ്യവും തിരുരക്തത്തെക്കുറിച്ച് പ്രഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പേഴ്സണലി, വ്യക്തിപരമായി നമ്മളിൽ ഡെലിവറൻസ് ഉണ്ടാവുകയാണ്. നമ്മുടെ ആത്മീയ, മാനസിക, ശാരീരിക തലങ്ങളിൽ വിമോചനത്തിൻ്റെ ശക്തി നിറയപ്പെടുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ ലഭ്യമായ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പൂരിതമാക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 7 വചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ശ്രദ്ധിച്ച വചനം, കർത്താവായ യേശുവിൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? നിത്യമായ രക്ഷയാണ്. രക്ഷ കൈവന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആരംഭ ദിനത്തിൽ നാം വചനത്തിലൂടെ കണ്ട ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്. നമുക്കാർക്കും അതിൽ സംശയം വേണ്ട സഹോദരങ്ങളെ. എല്ലാ ജനപദങ്ങളെയും തൻ്റെ രക്തം വഴി കർത്താവായ യേശു വീണ്ടെടുത്ത് രക്ഷിച്ചിരിക്കുകയാണ്. നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 30 വചനത്തിൽ യേശു പറഞ്ഞു, ജനക്കൂട്ടത്തിലേക്ക് പോകാൻ യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കുരിശിൽ കിടന്ന് എന്താ കർത്താവ് പ്രാർത്ഥിച്ചത്? പിതാവേ,
എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം മുഴുവന്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. പിതാവേ, ഞാൻ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, ഒന്നുപോലും മാറ്റിവെച്ചിട്ടില്ല. അതിനാൽ യേശുവിന്റെ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗത്തിന് സമ്പൂർണമായി വീണ്ടെടുപ്പുണ്ട്, നിത്യമായ രക്ഷയുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു കെട്ടുകഥയല്ല. ഈ രക്ഷയുടെ അനുഭവത്തിൽ ദിനം തോറും ഞാനും നിങ്ങളും ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നേടിത്തന്ന ഈ രക്ഷയുടെ ശക്തി സ്വന്തമാക്കി നമ്മൾ അനേകരെ ഈ രക്ഷയിലേക്ക് നയിക്കുവാനാണ് സ്വർഗത്തിന്റെ പദ്ധതി. യേശുവിൻ്റെ രക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതൊരു പ്രസംഗം കൊണ്ടോ ഏതാനും ദിനങ്ങൾ ഈ ആയുസ് മുഴുവൻ തന്നെ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചാലും പ്രസംഗിച്ചാലും എഴുതിയാലും പ്രഘോഷിച്ചാലും തീരാത്ത വിധം അത്രമാത്രം അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിങ്, നന്മയാണ് സമ്പൂർണമായ രക്ഷ, നമ്മുടെ വീണ്ടെടുപ്പ്. ഒന്നുപോലും കർത്താവ് മാറ്റിവെച്ചിട്ടില്ല, എല്ലാം പൂർത്തിയായി. പിതാവേ, മനുഷ്യവർഗം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് എന്നെ ഏൽപ്പിച്ച സകലതും ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. സമ്പൂർണമായ വീണ്ടെടുപ്പാണ്. പൗലോസ്ലീഗ എഫെസസ്കാർക്ക് ഇത് ലേഖനം 1:7 ഒരിക്കൽ കൂടെ ഒരുമിച്ച് ആ വചനം ഒന്ന് വായിച്ച്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവന്റെ രക്തം വഴി, യേശുവിന്റെ രക്തം വഴി സമ്പൂർണമായ രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇറ്റേണൽ സാൽവേഷൻ, നിത്യമായ രക്ഷ. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 14-ാം വചനത്തിൽ ഇതേ സത്യം വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലി വഴി, ഈ കുരിശിലേക്ക് നമ്മൾ നോക്കിയേ, നമ്മുടെ ഈശോയുടെ കുരിശിലെ ബലി വഴിയായി നമ്മെ അവിടുന്ന് വിശുദ്ധീകരിച്ച് പരിപൂർണരാക്കിയിരിക്കുകയാണ്. പരിപൂർണരാക്കിയിരിക്കുന്നു. പൂർണ്ണമായ രക്ഷ, സമ്പൂർണമായ രക്ഷ, പരിപൂർണമായ വീണ്ടെടുപ്പ് തൻ്റെ രക്തത്തിലൂടെ ഈശോ എല്ലാ ജനതകൾക്കും തന്നിരിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹദായകമായ പ്രവൃത്തിയാണിത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോ ജീവിതവും ഈ രക്ഷ സ്വന്തമാക്കണം. നമ്മുടെ കുടുംബങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ ദിനം തോറും ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് ഈ രക്ഷയിലാണ്. നമ്മുടെ തലമുറകളിലേക്ക് പകരപ്പെടേണ്ടത് ഈ രക്ഷാകരമായ അനുഭവമാണ്. ഇന്ന് നമ്മൾ കർത്താവ് നേടിത്തന്ന രക്ഷയുടെ അനുഭവത്തിലാണോ ജീവിക്കുന്നത്? നമ്മൾ ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ. പൗലോസ്ലീഗ ഇതേ സത്യം വീണ്ടും സഭയെ പഠിപ്പിക്കുക. കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ അവിടെ എന്താണ് ശ്ലീഹ പറയുന്നത്? അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. കർത്താവായ യേശുവാണ് നമ്മുടെ രക്ഷ. ഈശോയിലാണ് നമുക്ക് പാപമോചനമുള്ളത്. ഇപ്പൊ നമ്മുടെ നിത്യമായ രക്ഷ യേശുവാണ്, ഈശോയാണ്. ഹെബ്രായ പുസ്തകം 5:7 വീണ്ടും ഇത് ഉറപ്പിക്കുകയാ. എത്ര കൃത്യമാണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ. തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം അവൻ നിത്യരക്ഷയുടെ ഉറവിടമായി. തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമാവുകയാണ്. ഹെബ്രായ പുസ്തകം 5:9 നമ്മൾ കാണുകയാണ്.
അവൻ നിത്യരക്ഷയുടെ ഉറവിടമായി മാറി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ രക്തം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിംഗ് ആണ് സമ്പൂർണമായ രക്ഷ, നിത്യമായ രക്ഷ. ഹല്ലേലൂയ. രണ്ടാമത്തൊരു അനുഗ്രഹമാണ് സകല പാപങ്ങളിൽ നിന്നും യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ്, ഈശോയുടെ അമൂല്യമായ രക്തം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൽ നമ്മുടെ സകല പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണമുണ്ട്. നമ്മൾ ആരും അതിൽ സംശയിക്കേണ്ട. രക്തത്തിൽ ശുദ്ധീകരണമുണ്ട്. എത്ര കൃത്യമായിട്ടാണ് സഭയെ ഈ സത്യം യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധയോടെ ആ വചനം ഒന്ന് വായിക്കാം. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും, ഏതാനും പാപങ്ങളല്ല, എത്ര വലിയ മാരക പാപങ്ങളായിക്കൊള്ളട്ടെ, ലഘുപാപങ്ങളായിക്കൊള്ളട്ടെ, എൻ്റെ സഹോദരങ്ങളെ, എത്ര കഠിനമായ പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും സകല പാപങ്ങളിൽ നിന്നും നമ്മൾ അനുതാപ ഹൃദയത്തോടെ കർത്താവെ തെറ്റിപ്പോയി, കർത്താവെ ഞാൻ അങ്ങയെ സങ്കടപ്പെടുത്തി, കർത്താവെ ഞാൻ പാപം ചെയ്തു പോയി, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആരെല്ലാം കടന്നു വരുന്നുവോ അവരുടെ പാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് യേശുവിൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്. ഓ ജീസസ്, എത്ര വലിയ അനുഗ്രഹമാണ് തൻ്റെ രക്ത ചിന്തലിലൂടെ ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. സക്രിയ പ്രവചനം 13-ാം അധ്യായം 1-ാം വചനത്തിൽ തൻ്റെ കുരിശിൽ കർത്താവ് ചിന്തുന്ന ഈ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയും അതുവഴി ലഭിക്കുന്ന ശുദ്ധീകരണവും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സക്രിയ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും, അതേ ലോകം മുഴുവനെ, എല്ലാ ജനപദങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. മാനവകുലം മുഴുവനെയും കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു ഉറവ, അത് യേശുവിന്റെ രക്തമാണ്. ഒറ്റക്കണ്ണന ലുങ്കിനിയോസ് കർത്താവിന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തവും വെള്ളവും ഒഴുകപ്പെടുകയാണ്. മനുഷ്യവർഗം മുഴുവനെയും സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. നമ്മൾ പാടുന്നില്ലേ, യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ, യേശുവിൻ ഹൃദയജലമേ എന്നെ നിത്യം കഴുകണമേ, എല്ലാ ശുദ്ധികളിൽ നിന്നും എന്നെ നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ, സകല മാലിന്യങ്ങളിൽ നിന്നും എന്നെ നിത്യം കഴുകണമേ. നമ്മെ ഓരോരുത്തരെയും നിത്യവും കഴുകി കഴുകി ശുദ്ധീകരിക്കുന്ന സകല മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധതകളിൽ നിന്നും നമ്മൾ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. ആ രക്തത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കണം, ആ തിരുരക്തത്തെയോട് നമ്മൾ എന്തുമാത്രം ഭയഭക്തിയുള്ളവരാകണം. ആ പരിശുദ്ധമായ രക്തം നമുക്ക് ലഭിക്കുന്ന ഇടമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:55 എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. സകല പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന പാനീയം, എല്ലാ രോഗപീഠകളും നമ്മളെ സുഖപ്പെടുത്തുന്ന പാനീയം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കുന്ന പാനീയമാണ്
യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ഹെബ്രായ പുസ്തകം 9:13 പറയുന്നു, അവിടെ എന്താ പഠിപ്പിക്കുന്നത്? കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തെളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തെളിക്കുന്നത് അത് അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ, ഈ കോലാടുകളുടെയും കാളക്കിടാക്കളുടെയേക്കാൾ എത്രയോ അമൂല്യനായ, എത്രയോ ശ്രേഷ്ഠനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം എന്തുമാത്രം നമ്മളെ ശുദ്ധീകരിക്കുകയില്ല. ഈ സത്യമാണ് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത്. അവൻ്റെ രക്തം സകല പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമുക്കതിനെ ഓർത്ത് നന്ദി പറയാം കർത്താവിൻ്റെ സ്നേഹം. മൂന്നാമത്തെ ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. യേശുവിൻ്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു. നമുക്കറിയാം, സമാധാനമില്ലാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ കലുഷിതമായൊരു സാഹചര്യം. നമ്മൾ ലോകത്തിന് ഏത് ദിക്കിലേക്ക് നോക്കിയാൽ അവിടെയെല്ലാം വളരെ കലുഷിതമാണ്, പ്രശ്ന സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇന്ന് ലോകം മുഴുവനിലുമുള്ളത്. രാഷ്ട്രീയ മണ്ഡലമാകട്ടെ, സാമൂഹ്യ മണ്ഡലമാകട്ടെ, സാമ്പത്തിക മണ്ഡലമാകട്ടെ, ഇനി ആത്മീയ തലമാകട്ടെ, എവിടെയും ഇന്ന് വളരെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും, സമാധാനം നഷ്ടപ്പെടുന്നൊരവസ്ഥ. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വേണ്ട സമാധാനമുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വേണ്ട സ്വസ്ഥതയുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ള സദ്വാർത്തയാണ്. യേശു തന്റെ രക്തം ചിന്തലിലൂടെ സമാധാനം കൊണ്ടുവന്നു. അവൻ സമാധാനം സ്ഥാപിച്ചു. പൗലോസ് ശ്ലീഹ കൊളോസ്സസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നിത്യമായ സമാധാനം തന്റെ രക്തം വഴി കർത്താവ് സ്ഥാപിക്കുകയാണ്. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് യേശു നൽകുന്ന സമാധാനം നമ്മൾ ഏറ്റെടുക്കണം. കർത്താവിന്റെ തിരുരക്തം ഒഴുകപ്പെടുന്നിടത്തെല്ലാം സമാധാനത്തിന്റെ അരൂപി വ്യാപരിക്കും. കലഹത്തിന്റെ, വെറുപ്പിന്റെ, ഭിന്നതയുടെ, അനൈക്യത്തിന്റെ, സ്നേഹരാഹിത്യത്തിന്റെ പൈശാചിക പീഡകൾ അവിടെ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞു പോകും. ദൈവീക സമാധാനം, ഈശോ നൽകുന്ന സമാധാനം ഓരോ കുടുംബത്തിലും നിറയും, നമ്മുടെ ബന്ധങ്ങളിൽ നിറയും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിറയും. ഇന്ന് സമാധാനത്തിന് വേണ്ടി എന്തൊക്കെയാണ് അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ നമുക്ക് വേണ്ട സമാധാനമുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ട സ്വസ്ഥതയുണ്ട്. ഇത് വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ആരാണ്? പൗലോസ് ശ്ലീഹ എഫെസോസിൽ സഭയോട് പറഞ്ഞു, 2:14 കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. യേശു നമ്മുടെ സമാധാനമാണ്. ഈശോയുടെ സാന്നിധ്യത്തിൽ സമാധാനമുണ്ട്. ഈശോയുടെ പരിശുദ്ധ രക്തത്തിൽ സമാധാനമുണ്ട്. യേശുവിന്റെ വചനത്തിൽ സമാധാനമുണ്ട്. യേശുവിന്റെ തിരുബലിയിൽ സമാധാനമുണ്ട്. കാരണം ഈശോ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. നമുക്ക് സമാധാനം വേണോ? അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ഉദ്ധിതനായതിനു ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എത്ര മനോഹരമായ കർത്താവിൻ്റെ വാക്കാണിത്. സമാധാനമില്ലാത്തിടത്തേക്കെല്ലാം ഈ വചനത്തിലൂടെ അഭിഷേകം നമ്മൾ സ്വന്തം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്.
പലയിടങ്ങളിലും സമാധാനമില്ല. വളരെ കലുഷിതമായ ആശങ്കകൾ ഉണർത്തുന്ന സാഹചര്യങ്ങളാണ്. കൊളോസസ് 1:20 അഭിഷേകം വിളിച്ചു പ്രാർത്ഥിക്കണം. സഭയിലുള്ള എല്ലാ അസ്വസ്ഥതകളും സമാധാനക്കേടുകളും പരിഹരിച്ച് കർത്താവിൻ്റെ സ്വസ്ഥതയാൽ സഭ സമ്പന്നമാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവചനം 9:6 പരിശുദ്ധ വചനം പറയാണ്, എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് അവന് പ്രത്യേകത? അവിടെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണ്. അതിന് അവസാനത്തിൽ പറയാണ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. സമാധാനത്തിൻ്റെ രാജാവ്. നമ്മുടെ കർത്താവ് ആരാണ്? സമാധാനത്തിൻ്റെ രാജാവാണ്, സമാധാന പ്രഭുവാണ്. എവിടെയെല്ലാം സമാധാനം ആവശ്യമുണ്ടോ അവിടെ യേശുവിൻ്റെ നാമത്തെ വിളിക്കുക, യേശുവിൻ്റെ രക്തത്തെ വിളിക്കുക, അവിടെ ഡെലിവറൻസ് ഉണ്ടാകും. സമാധാനത്തിൻ്റെ ചൈതന്യം ആ ഇടങ്ങളിലേക്കെല്ലാം കടന്നു വരുമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇരു കരങ്ങൾ ഉയർത്തി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, സമാധാനമില്ലാത്ത ഓരോ കുടുംബത്തിലേക്കും ഈ വചനത്തിന്റെ കൃപകൾ വ്യാപരിക്കട്ടെ. യേശു രക്തത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അവിടെയുള്ള വൈശാചിക പീഡകള്, നാരകീയ ശക്തികള് പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാ തിരിച്ചോരയുടെ അനന്തമായ അഭിഷേകത്താൽ നിർവീര്യമാകുവാൻ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും കർത്താവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ കരമുയർത്തി വിളിക്കുന്നു, ഈശോയേ, blood of Jesus, blood of Jesus. യേശുവിന്റെ രക്തത്തിലൂടെ സമാധാനം, യേശുവിന്റെ രക്തത്തിലൂടെ സമാധാനം. എല്ലാ സമാധാന കേടുകളും, എല്ലാ അനൈക്യങ്ങളും, സ്നേഹരാഹിത്യം, ഭിന്നതകൾ, വിഭാഗീയതകൾ യേശു രക്തത്തിലൂടെ, പരിശുദ്ധമായ രക്തത്തിലൂടെ, അമൂല്യമായ രക്തത്തിലൂടെ നിർവീര്യമാകട്ടെ. ശക്തിയുണ്ട്, ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. അത്ഭുത ശക്തി, വീണ്ടെടുപ്പിന്റെ ശക്തി, വിമോചനത്തിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, അനുഗ്രഹത്തിന്റെ ശക്തി യേശുവിന്റെ രക്തത്തിലുണ്ട്. Blood of Jesus. സ്തുതിക്കുന്നു. ആമേൻ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിനാൽ. ഒരുമിച്ച് പാടുകേ. കർത്താവേ, സമാധാനം ഒഴുകട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് സമാധാനം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ രക്തത്തിനാൽ. യേശു ക്രിസ്തുവിൻ രക്തത്തിനാൽ. ആമേൻ. ഒന്നിച്ചേറ്റ് പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ രക്തത്തിനാൽ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു, പല ജീവിതങ്ങളിലേക്കും കർത്താവിന്റെ സമാധാനം ഒഴുകപ്പെടുകയാണ്. പല കുടുംബങ്ങളിലേക്കും ഇതാ ദൈവിക സമാധാനം വ്യാപരിക്കുന്നു. പ്രാപിച്ചോ. കർത്താവിൽ നിന്ന് ഏറ്റെടുത്തോ. സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നാലാമത്തൊരു ബ്ലെസ്സിംഗ് ആണ്, നാലാമത്തൊരു ബ്ലെസ്സിംഗ്, അനുഗ്രഹമാണ്. യേശു രക്തത്തിലൂടെ തലമുറകളായി കണ്ടുവരുന്ന പാപരോഗ ശാപബന്ധനങ്ങളിൽ നിന്ന് വിമോചനം, വീണ്ടെടുപ്പുണ്ടാവുകയാണ്. ഫാമിലി ട്രീയുടെ ഹീലിംഗ്, തലമുറകളുടെ വീണ്ടെടുപ്പും വിമോചനവും കർത്താവായ യേശുവിൻ്റെ രക്തം വഴിയായി ത്രിയേക ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ജനറേഷണൽ ഹീലിംഗ് ഉണ്ട്, തലമുറകളുടെ സൗഖ്യമുണ്ട്, കുടുംബങ്ങളുടെ സൗഖ്യം, ഫാമിലി ട്രീയുടെ ഹീലിംഗ് കർത്താവിൻ്റെ തിരുച്ചോരയിലുണ്ട്. യേശുവിൻ്റെ രക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്. ഹീലിംഗ് പവർ, ഹീലിംഗ് അനോയിന്റിങ് യേശുവിൻ്റെ രക്തത്തിലുണ്ട്. അത് സാധാരണ ഒരു മനുഷ്യൻ്റെ രക്തം പോലെയല്ല, കറയില്ലാത്ത രക്തമാണ്, കുറ്റമില്ലാത്ത രക്തമാണ്.
യേശുവിന്റെ രക്തം പരിശുദ്ധമായ രക്തമാണെന്ന്. അതുകൊണ്ട് ഹോളി ബ്ലഡ്, പരിശുദ്ധ രക്തം, പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം. ഈശോയുടെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കാരണം അതാണ്. കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ മേൽ അവകാശം പറയാൻ പിശാചിന് പറ്റത്തില്ല. കാരണം ദോഷമില്ലാത്തവനാണ്, ഒരു തെറ്റും ഒരു പാപം ചെയ്യാത്തവനാണ് ഈശോ. ആ രക്തത്തിൽ തലമുറകളുടെ വിമോചനമുണ്ട്, പാപരോഗ ശാപബന്ധനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ട്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ ഈ സത്യം നമ്മളെ പഠിപ്പിക്കും. ഇന്ന് അനേകം കുടുംബങ്ങൾ തകർച്ചയിലാണ്, ഒരുപാട് പ്രതിസന്ധിയിലാണ്. വിട്ടുമാറാത്ത രോഗങ്ങള്, പെട്ടെന്നുണ്ടാകുന്ന ചില ദുരന്തങ്ങള്, ദുരിതങ്ങള്, അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, അകാല മരണങ്ങള്, ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചകള്, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള്, സാമ്പത്തികമായ പ്രതിസന്ധികള്, വിട്ടുമാറാത്ത രോഗപീഠകള്, ഇതിങ്ങനെ കോൺസ്റ്റന്റായി തുടർച്ചയായി തലമുറകളായി കണ്ടുവരുന്നൊരവസ്ഥ, ഒരു പ്രതിഭാസം പോലെ. അനേകർ മനസ്സ് മടുത്ത് മരവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പില്ലേ? ഞങ്ങൾക്കൊരു വിമോചനമില്ലേ? എന്ന് ഈ ദുരിതമാണോ, ഈ ദുരന്തമാണോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ സദ്വാർത്തയാണ്. യേശുവിന്റെ രക്തം തലമുറകളെ സുഖപ്പെടുത്തുന്നു. തിരുരക്തം തലമുറകളെ വിമോചിപ്പിക്കുന്നു. പത്രോസിൽ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. പരിശുദ്ധ വചനം പറയുന്നു, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത, ഒരുമിച്ച് വായിച്ച്, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ സൗഖ്യത്തിലേക്ക് വരുന്നത്, നമ്മൾ വിമോചിപ്പിക്കപ്പെടുന്നത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഈ ലോകത്തിലെ മറ്റു വസ്തുവകൾ കൊണ്ടല്ല. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമായിരിക്കുന്നത്. തലമുറകളെ സുഖപ്പെടുത്തുന്ന രക്തം, കുടുംബവൃക്ഷങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തം, സകല ബോണ്ടേജുകളെ, എല്ലാവിധ അടിമത്തങ്ങളെ, പൈശാചിക സ്വാധീനങ്ങളെ, ബന്ധനങ്ങളെ, ശാപക്കെട്ടുകളെ, രോഗനുഖങ്ങളെ ഒടിച്ചു കളയുന്ന, അഴിച്ചു മാറ്റുന്ന യേശുവിന്റെ രക്തം. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് 61-ാം അധ്യായം 4-ാം വചനത്തിൽ, പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. കർത്താവിന്റെ രക്തം ചിന്തലിൽ നമുക്ക് ഇതിനുള്ള ഉത്തരമുണ്ട്. നമ്മൾ അസ്വസ്ഥരാകരുത്. വിട്ടുമാറാത്ത പരാജയങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അപകടങ്ങളും ആപത്തുകളും ആത്മഹത്യകളും അകാല മരണങ്ങളും രോഗപീഠകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മൂലം നട്ടം തിരിയുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ. അസ്വസ്ഥപ്പെടരുത്, മനസ്സ് മടുത്തു പോകരുത്, വിഷാദിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, നമുക്ക് വീണ്ടെടുപ്പുണ്ട്, നമുക്ക് ഈ പ്രതിസന്ധികളിൽ നിന്നുള്ള വിമോചനമുണ്ട്, നമുക്ക് സൗഖ്യമുണ്ട്. കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾക്കുള്ള ഉത്തരമാണ്. തലമുറകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സകല വിനാശങ്ങളെയും യേശുവിന്റെ രക്തം പരിഹരിക്കുകയാണ്, തിരുരക്തം പരിഹരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വചനത്തിൽ ഈശോ പഠിപ്പിച്ചു. ഈശോ പറഞ്ഞ എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ജീസസ് ഈസ് ദ ലിബറേറ്റർ. ജീസസ് ഈസ് ദ ലിബറേറ്റർ.
യേശു സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്, വിമോചനം നൽകുന്ന ദൈവമാണ്. എത്ര വലിയ പാപരോഗ ശാപ ബന്ധനങ്ങളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, പരാജയങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, വിട്ടുമാറ്റാൻ പറ്റാത്ത പാപത്തിൻ്റെ ബന്ധനങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം നമ്മളെ വിമോചിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. അവൻ നമ്മളെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എത്ര പേര് നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അനേകരെ കർത്താവ് വിമോചിപ്പിക്കുകയാണ്, സുഖപ്പെടുത്തുകയാണ്. ജീസസ് 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 ജീസസ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ തിരുരക്തത്തെ സ്നേഹിക്കണം. ഈ തിരുരക്തം നമ്മൾ എന്നും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പാനം ചെയ്യണം, നമ്മൾ കുടിക്കണം. ഈ തിരുരക്തത്തെ വിളിച്ച് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. നമുക്ക് ഏതൊക്കെ തലങ്ങളിൽ ഡെലിവറൻസ് വേണം, സൗഖ്യം വേണം, വിമോചനം വേണം, അഭിഷേകം വേണം, അനുഗ്രഹം വേണം, ആ തലങ്ങളിലേക്കെല്ലാം വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തെ വിളിച്ച് 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 പ്രാർത്ഥിച്ച് നമ്മൾ ഈ വിമോചനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കണം. മറ്റൊരു ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്. യേശുവിൻ്റെ രക്തം നമ്മെ നീതീകരിച്ചു, നമ്മളെ പാപമില്ലാത്തവരാക്കി, കുറ്റമില്ലാത്തവരാക്കി മാറ്റി. ഇനി പിശാചന് നീ പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞ് നമ്മിൽ കുറ്റം ചുമത്തുവാനുള്ള അവകാശമില്ല. നമ്മൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട സഹോദരങ്ങളെ. നമുക്ക് അനുതാപവും പാപബോധവുമാണ് വേണ്ടത്. കർത്താവിൻ്റെ രക്തം നമ്മളെ നീതീകരിച്ചിരിക്കുകയാണ്. അനുതാപ ഹൃദയത്തോടെ കർത്താവായ ഈശോയിൽ നിന്ന് നമ്മൾ പാപക്ഷമ സ്വീകരിക്കുമ്പോൾ ഈ നീതീകരണത്തിൻ്റെ ഫലങ്ങളാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്. ഞാൻ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ അവർ ചെയ്തു പോയ ചില പാപത്തിൻ്റെ വിഴുപ്പും പേറി അവർ ഇപ്പോഴും ജീവിക്കുകയാണ്. നിരാശപ്പെട്ട് ദൈവം അത് ക്ഷമിച്ചു, കർത്താവ് അത് പുറത്തു, എനിക്ക് നിത്യജീവൻ കിട്ടുമോ, എനിക്ക് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുമോ, ഞാൻ ഇത്രയും വലിയ മാരകപാപം ചെയ്തില്ലേ, ഞാൻ ഇന്ന പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിച്ചില്ലേ, കർത്താവ് പാപം ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടുന്നില്ല. തന്മൂലം കുറ്റബോധം, നിരാശ, വിഷാദം, ഇതുമൂലം ചില രോഗങ്ങൾ, അസ്വസ്ഥതകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ. എൻ്റെ സഹോദരങ്ങളെ, എത്രയെത്രയോ ജീവിതങ്ങൾ ഇതുപോലെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഇത് സാത്താൻ്റെ കൊടും ചതിയാണ്. നമ്മൾ ആരും കുറ്റബോധത്തിലും നിരാശയിലും ചെയ്തുപോയ പാപത്തിൻ്റെ ഭാരവും പേറി മനസ്സുമടുത്ത് വേദനയോടെ ജീവിക്കുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അനുതാപവും പാപബോധവും ഉണ്ടായാൽ യേശുവിൻ്റെ രക്തം നമ്മളെ നീതീകരിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കുക. നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാകണം, ആത്മനിറവുള്ളവരാകണം. ഒരു പാപം ചെയ്താൽ ഉടനെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതപിച്ച് അത് ഏറ്റുപറയുക. അപ്പോൾ ആ നീതീകരണത്തിൻ്റെ അഭിഷേകം, ശക്തി നമ്മളിലേക്ക് ഒഴുകപ്പെടുകയാണ്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വചനം. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമെന്നത് ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണല്ലോ. തീർച്ചയാണ്. യേശുവിന്റെ രക്തം മൂലം നാം നീതീകരിക്കപ്പെട്ടു. കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. അവർ നരകത്തിന്റെ അടിമകളല്ല, അവർ സാത്താന്റെ ആധിപത്യത്തിന് കീഴിലല്ല, അവർ നിത്യനാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ നിത്യജീവന്റെ അവകാശികളാണ്. നമ്മൾ നിത്യരക്ഷയുടെ അത്ഭുതങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ രക്തം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവക്രോധത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്ര ആനന്ദം തരുന്ന, പ്രത്യാശ തരുന്നൊരു വചനമാണ്. പലപ്പോഴും ഈ വചനം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം എന്നെ നീതീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ രക്തം എന്നെ നീതീകരിച്ചിരിക്കുന്നു.
ഇനി ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുവാനും എന്നെ കുറ്റബോധത്തിലേക്ക് നയിക്കുവാനും പിശാചിന് യാതൊരു അവകാശവും അധികാരവുമില്ല. അവൻ്റെ ആ വിഷമുള്ളുകളെ കർത്താവ് പിഴുതു കളഞ്ഞു. താൻ സ്നേഹിക്കുന്ന തൻ്റെ പൊന്നോമന മക്കൾക്ക് അവൻ നീതീകരണം നൽകുകയാണ്. ഏത് സമയത്തും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരാം. നമ്മൾ കർത്താവിൽ നിന്ന് ഓടി അകലണ്ട. അനുതാപം ഉണ്ടായാൽ മതി, പാപബോധം ഉണ്ടായാൽ മതി. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 19-ാം വചനം. ഇന്ന് അനേകര് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല. ആ പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിച്ചല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഞാൻ കർത്താവിനെ സങ്കടപ്പെടുത്തിയല്ലോ. ഇന്നിങ്ങനെ ചിന്തിച്ച് അവരിങ്ങനെ കാട് കയറി കുറ്റബോധത്തിലായിരുന്നു. പ്രാർത്ഥന നഷ്ടപ്പെടുന്നു, വചനവായന നഷ്ടപ്പെടുന്നു, അവർക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു. പിശാച് എത്ര തന്ത്രപരമായിട്ടാണ് ഓരോ ആത്മാവിനെയും കെണിയിൽപ്പെടുത്തുന്നത്. തന്മൂലം അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം ക്ഷയിച്ചു പോവുകയാണ്, അത് ദുർബലമാവുകയാണ്, സാത്താൻ വിജയിക്കുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? ആ വചനം ഉച്ചത്തിൽ വായിച്ച്, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. നമ്മൾ ആരും അടിച്ചു നിൽക്കണ്ട, നമ്മൾ ആരും പിന്മാറി പോകേണ്ട. നമ്മുടെ അവകാശമാണത്. നമ്മൾ എത്ര വലിയ കഠിന പാപം ചെയ്താലും, മാരകമായി പാപം ചെയ്താലും കർത്താവ് നമ്മളെ തള്ളിക്കളയുന്നില്ല. നമുക്ക് അനുതാപമുണ്ടായാൽ മതി. അനുതാപമുണ്ടായാൽ കർത്താവെ തെറ്റിപ്പോയി എന്ന് ഹൃദയ തകർച്ചയോടെ ഏറ്റുപറഞ്ഞാൽ അത് മതി. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏത് സമയത്തും ഏത് നേരത്തും കടന്നു വരുവാനുള്ള മനോധൈര്യം യേശുവിന്റെ രക്തം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമായ ദൈവ പ്രവൃത്തിയാണിത്. കർത്താവിന്റെ സാൽവേഷൻ, യേശു നേടിത്തന്ന രക്ഷയുടെ ഫലം എത്ര അനുഗ്രഹദായകമാണ്. ഈശോയെ, നമ്മൾ ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ നമുക്ക് കർത്താവിനെ വിട്ടുപോകാൻ പറ്റുക? കർത്താവിനെ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുക? നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്, അവിടുന്ന് എത്ര വിശ്വസ്തനാണ്. അവിടുന്ന് എന്നെ നീതീകരിച്ചു. ഏത് സമയത്ത് എത്ര വലിയ പാപം ചെയ്താലും ഒളിച്ചോടാതെ, കുറ്റബോധത്തിൽ കഴിയാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും കടന്നു വരുവാനുള്ള മനോധൈര്യം, ആ കോൺഫിഡൻസ് യേശുവിൻ്റെ രക്തം എനിക്കും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഒരേ ഒരു വ്യവസ്ഥ, നമുക്ക് അനുതാപമുണ്ടായാൽ മതി. തെറ്റിപ്പോയി കർത്താവെ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. അടുത്ത മറ്റൊരു ബ്ലെസ്സിംഗ് ആണ്, ഏഴാമത്തൊരു അനുഗ്രഹമാണ്. യേശുവിൻ്റെ രക്തം വഴി നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പിശാചിൻ്റെ അടിമകളല്ല, നമ്മൾ ഈ ലോകത്തിന് അടിമകളല്ല, നമ്മൾ കർത്താവിനുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വില കർത്താവായ യേശുവിൻ്റെ തിരുച്ചോരയുടെ വിലയാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ ജീവൻ. എൻ്റെ ജീവന്റെ മൂല്യം എന്ന് പറഞ്ഞ് നമ്മൾ പറയാറില്ലേ, ഈ ജീവിതം എന്ത് ജീവിതം, ആർക്കും ഉപകാരമില്ലാത്ത ജീവിതം, വേസ്റ്റായ ജീവിതം. നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നും. അത് പിശാചിന്റെ മറ്റൊരു ചതിയ, നമ്മൾ അപായപ്പെടുത്തുക, സമാധാനവും ആനന്ദം നഷ്ടപ്പെടുത്തി കളയുക. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ ജീവിതത്തിൽ എന്ത് വിലയുള്ളത്, എന്തിനു ഞാനിങ്ങനെ ജീവിക്കുന്നത്, ഇതുകൊണ്ട് ആർക്കും എന്ത് പ്രയോജനം, എല്ലാവർക്കും ഒരു ഭാരമായി, ഒരു ശല്യമായി ഞാൻ എന്തിനാ ഇങ്ങനെ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വല്ല പ്രയോജനം ഈ ജീവിതം കൊണ്ട് കിട്ടുന്നുണ്ടോ? ചില സമയത്തൊക്കെ നമ്മൾ എന്തോ ഒരു അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകും, നമ്മൾ മനുഷ്യരാണ് എന്നതിന് തെളിവാണ്. പിന്നെ എപ്പോഴും കർത്താവിനെ ആശ്രയിക്കാൻ, അഹങ്കാരം തലയ്ക്ക് പിടിക്കാതിരിക്കാൻ, ഇതുപോലെ ചില ദുർബലതകൾ ചില നിമിഷങ്ങളിൽ കർത്താവ് അനുവദിക്കും. അത് കർത്താവ് പെർമിറ്റ് ചെയ്യണത് എന്തിനാണെന്നറിയോ? നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ, അഹങ്കാരം മൂത്ത് കൃപയിൽ വീണു പോകാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഈശോയെ ആശ്രയിക്കും. നമ്മുടെ നിസ്സാരത, നമ്മുടെ ദുർബലത. ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? മരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മരിച്ചാൽ മതിയെന്ന്. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മരിച്ചാൽ മതി, മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഇത്രയും അഭിഷേകവും ശക്തിയും ഉണ്ടായിരുന്ന ഏലിയ. അപ്പോൾ ഏത് മനുഷ്യനും ഈ ദുർബലതയുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിലയില്ലാത്തവരല്ല, നമ്മൾ വിലക്കെട്ടവരല്ല, നമ്മൾ ഏറ്റവും വിലപ്പെട്ടവരാണ്. കർത്താവ് തൻ്റെ രക്തം കൊണ്ട് നമ്മളെ പർച്ചേസ് ചെയ്തു. നമ്മൾ ഓരോ വസ്തു പർച്ചേസ് ചെയ്യാൻ പോവില്ലേ, നമ്മൾ പൈസ കൊടുക്കുകയാണ്. ആ വസ്തുവിന് വേണ്ട പൈസ നമ്മൾ കൊടുക്കുകയാണ്. 20 രൂപ, ആ 20 രൂപ നമ്മൾ കൊടുക്കുകയാണ്. ഇതിനെത്ര? ഇതിന് 2000 രൂപ. ആ 2000 രൂപ കൊടുക്കുകയാണ്. ആ 2000 രൂപ കൊടുത്താണ് നമ്മൾ ആ വസ്തു പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ആ വസ്തു നമ്മുടെ സ്വന്തമാണ്. വേറെ ആർക്കും അതിൽ മേലെ അവകാശമില്ല. അത് വിറ്റഴിച്ച കടക്കാരന് അവകാശമില്ല. ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച വ്യക്തിക്ക് വരെ അവകാശമില്ല. ആരത് വില കൊടുത്ത് പൈസ കൊടുത്ത് സ്വന്തമാക്കിയോ പിന്നെ ആ വ്യക്തിയുടെ സ്വന്തമാണത്. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇതുപോലെയാണ് നമ്മുടെ കർത്താവായ ഈശോ ചെയ്തത്. പിശാചിന്റെ കരങ്ങളിൽ നിന്ന് തന്റെ രക്തം കൊടുത്ത് ഈശോ എന്നെയും നിങ്ങളെയും പർച്ചേസ് ചെയ്തു. നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ, നമ്മൾ വിലയുള്ളവരാ. ഇനി നമ്മൾ പറഞ്ഞു പോകരുത്, എന്ത് ജീവിതമാണിത്, എന്ത് വില എനിക്കുള്ളത്, ഞാൻ എന്തിനെങ്ങനെ ജീവിക്കുന്നത്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഈശോയെ നമ്മൾ അപമാനിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ പരസ്യമായി ഇൻസൾട്ട് ചെയ്യുകയാണ്. അത് ഈശോയ്ക്ക് ഒത്തിരി 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 സങ്കടമാണ് സഹോദരങ്ങളെ. ഈശോയ്ക്ക് ഒത്തിരി വേദന. ഞാൻ ഇതുപോലെ നിന്നെ വിലയ്ക്ക് വാങ്ങിയിട്ട് നീ എന്നെ തള്ളിപ്പറയുകയാണോ? വെളിപാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ അവർ നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ ചിന്തിക്കണം, ക്രൈസ്തവരെ മാത്രമല്ല, എല്ലാ ജനപദങ്ങളെയും ലോകം മുഴുവനെയും നമ്മുടെ കർത്താവായ യേശു സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയാണ്. എല്ലാ ജനതകളെയും, എല്ലാ ഭാഷക്കാരെയും, എല്ലാ ഗോത്രങ്ങളെയും, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവൻ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ആകയാൽ നമ്മൾ കർത്താവിനുള്ളവരാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഓണർഷിപ്പ് കർത്താവിന്റെ കരങ്ങളിലാണ്. ഈശോയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓണർ, നമ്മുടെ അഡോണായി, നമ്മുടെ യജമാനൻ, നമ്മുടെ മാസ്റ്റർ, നമ്മുടെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവായ ഈശോയാണ്. അവൻ നമ്മൾ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഇനി ലോകപ്രകാരം ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ മുഴുവൻ സ്വാതന്ത്ര്യം കർത്താവിൻ്റെ കരങ്ങളിലാണ്. കാരണം എൻ്റെ കർത്താവാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. സഹോദരി, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാ, നീ കർത്താവിൻ്റെതാ. നമ്മൾ ഓരോരുത്തരും കർത്താവിനുള്ളവരാ. അവിടുന്നാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അവിടുന്നാണ് രക്തം കൊടുത്ത് നമ്മൾ സമ്പാദിച്ചിരിക്കുന്നത്. ആയതിനാൽ നമുക്ക് തോന്നിയതുപോലെ, നമുക്കിഷ്ടപ്പെട്ടതുപോലെ ലോകത്തിന് മോഹങ്ങളിൽ, ഭോഗേച്ഛകളിൽ, ഇമ്പങ്ങളിൽ, നിറങ്ങളിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. നമ്മുടെ മുഴുവൻ സ്വാതന്ത്ര്യം കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലാണ്. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങൾ? മനസ്സിലാകുന്നുണ്ടോ? നമ്മളല്ലാതെ ജീവിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ അപമാനിക്കുകയാണ്. കർത്താവ് നേടിത്തന്ന രക്ഷയെ നമ്മൾ അവഗണിച്ച് കളയുകയാണ്. അത് വലിയ ദൈവനിന്ദയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത് സാക്രലേജ് ആണ്. കർത്താവിനോട് നമ്മൾ ചെയ്യുന്ന നിന്ന അപമാനമാണ്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, അവിടെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ സത്യമാണ് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എത്ര കൃത്യമായാണ് പരിശുദ്ധ വചനം പറയുന്നത്! നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്.
ഈ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനം 4:12 മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. നമ്മുടെ കർത്താവായ യേശു സമഗ്ര വിമോചകനാണ്. അവൻ ഏക രക്ഷകനാണ്, ഏക സത്യ ദൈവമാണ്. യേശുവിലാണ് നിത്യരക്ഷയുള്ളത്, യേശുവിലാണ് നിത്യജീവനുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, കാരണം അവനാണ് തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് മനുഷ്യവർഗം മുഴുവനെയും ദൈവത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. എട്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം, ബ്ലെസ്സിംഗ് ആണ്. ശത്രുവിന്റെ മേൽ വിജയം നേടി, സാത്താന്റെ മേൽ ഉള്ള വിജയം. യേശുവിന്റെ രക്തം പൈശാചിക പീഡകളുടെ മേൽ, സാത്താന്യ ശക്തികളുടെ മേൽ, അന്ധകാര പോരാട്ടങ്ങളുടെ മേൽ, പൈശാചിക ആധിപത്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നൽകുന്നു. നമുക്ക് ജീവിത സാക്ഷ്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്തിലൂടെ എത്ര വലിയ അന്ധകാര ശക്തിയാണെങ്കിലും അന്ധകാര ശക്തിയുടെ മേൽ വിജയം നേടാൻ കഴിയുമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം, സാക്ഷ്യത്തിന്റെ ജീവിതം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ വചനത്തോട് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. വെറുതെ യേശുവിൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. ഞാൻ മുഴു പാപത്തിൽ ജീവിച്ച്, അശുദ്ധിയിൽ ജീവിച്ച്, യേശുവിൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ പിശാച് എന്നെ നോക്കി പരിഹസിക്കും. അവനത് ഭയമില്ല. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയിലാഞ്ഞിട്ടല്ല, അത് ഏറ്റുപറയുന്നവനിൽ അതിനുള്ള അഭിഷേകവും അതിനു വേണ്ട വിശുദ്ധിയും കൃപയും ഇല്ലാത്തത് കൊണ്ട് പിശാചിന് ഒരു ഭയവുമില്ല. സാക്ഷ്യത്തിൻ്റെ വചനം, സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ വചനപ്രകാരം ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ദൈവവചനത്തിന് യോഗ്യമാം വിധം ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ സാത്താന്റെ അടിസ്ഥാനങ്ങളെ തകർക്കപ്പെടും, പിശാചിന്റെ പിടികൾ പൊട്ടും, നാരകീയ ശക്തികളെ ഛിന്ന ഭിന്നമാകും. കാരണം ഈ യേശുവിൻ്റെ രക്തം പിശാചിന്റെ തലയെ തകർത്ത രക്തമാണ്. ആ രക്തത്തെ അന്നും ഇന്നും പിശാചിന് ഭയമാണ്, പിശാചിന് ഭയമാണ്. യേശുവിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ അവർ എന്ത് നേടി? വിജയം നേടി. സഹോദരങ്ങളെ, നമ്മൾ ഇത് തിരിച്ചറിയണം. പ്രസാദവരത്തിലായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ സാത്താൻ്റെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ അസ്വസ്ഥരാവേണ്ട ആവശ്യമില്ല. നമ്മൾ വിശുദ്ധിയോടെ കർത്താവിൻ്റെ പ്രസാദവരത്തിലായിരുന്നു നമ്മൾ ബ്ലഡ് ഓഫ് ജീസസ് അപ്ലൈ ചെയ്യുമ്പോൾ, യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ രക്തം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഡെലിവറൻസ് ആണ്, വീണ്ടെടുപ്പാണ്, സൗഖ്യമാണ്, രക്ഷയുടെ അനുഭവമാണ്, അവിടെ ദൈവശക്തിയുടെ വ്യാപനമാണ്. സംശയിക്കേണ്ട സഹോദരങ്ങളെ, സംശയിക്കേണ്ട. സാക്ഷ്യത്തിൻ്റെ വചനം ആരിലൊക്കെ ഉണ്ടോ അവരിലൂടെ തിരുരക്തത്തിൻ്റെ ശക്തി വെളിപ്പെടും. അത് കുടുംബങ്ങളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, വ്യക്തിജീവിതത്തിലാകട്ടെ, കൂട്ടായ്മകളിലാകട്ടെ, സഭയിലാകട്ടെ, അപ്രകാരമുള്ളവരിലൂടെ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടും. ആ രക്തത്തിൽ നമുക്കുള്ള ഡെലിവറൻസ് ഉണ്ട്. ആ രക്തം സാത്താന്റെ തലയെ തകർത്ത രക്തമാണ്. പൗലോസ് കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ ഈ സത്യമാണ് പഠിപ്പിക്കുന്നത്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു നിരായുധമാക്കി പിശാചിനെയും അവന്റെ ദൂതന്മാരുടെ മേൽ കുരിശിൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി, സാത്താനെയും വീണുപോയ അവന്റെ ദൂതന്മാരെയും പരസ്യമായി നമ്മുടെ കർത്താവ് എന്തു ചെയ്തു എന്ന വചനം പഠിപ്പിക്കുന്നത്? പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി.
പിശാചിന്റെ സകല അധികാരങ്ങളും യേശു പിടിച്ചെടുക്കുകയാണ്. അവനെ നിരായുധനാക്കുകയാണ്, അധികാരമില്ലാത്തവനാക്കുകയാണ്, ആയുധമില്ലാത്തവനാക്കുകയാണ്. അവന്റെ സകല വിഷപ്പല്ലുകളെയും കർത്താവ് പ്ലക്ക് ചെയ്ത് പിടിതെടുത്ത് അവനെ ശക്തിയില്ലാത്തവനാക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വീണ്ടെടുപ്പിന്റെ ശക്തി നമ്മളിൽ നിറയുവാനും നമുക്കത് അനുഭവിക്കാനും പറ്റണമെങ്കിൽ നമ്മൾ പ്രസാദപരത്തിലായിരിക്കണം. ഇന്ന് ക്രൈസ്തവരായ നമുക്ക് എന്തുകൊണ്ട് ഈ പരാജയം? എന്തുകൊണ്ടാണ് നമുക്ക് ഈ പരാജയം? നമ്മുടെ കുടുംബങ്ങൾ എന്തുകൊണ്ട് ഇന്ന് തകരുന്നത്? മറ്റ് മതസ്ഥരെക്കാളും കുടുംബങ്ങൾ തകരുന്നത് ക്രൈസ്തവ കുടുംബങ്ങളാണ്. ഡിവോഴ്സുകൾ നമ്മുടെ കുടുംബങ്ങളിലാണ്. ബന്ധങ്ങൾ തകരുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. എന്താണ് ഈ തകർച്ചയുടെ കാരണം? എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം? എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവിന്റെ വചനത്തിന് യോഗ്യമാംവിധം ജീവിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. തന്മൂലം നമ്മൾ ശക്തിയില്ലാത്തവരാകുന്നു, നമ്മൾ മഹത്വമില്ലാത്തവരായി മാറുന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ ചത്ത പട്ടിയെ ആരും ഇങ്ങനെ ചവിട്ടൂന്ന്. ഇതുപോലെ നമ്മളൊക്കെ ആർക്കും കൊട്ടിയിറങ്ങാവുന്ന ചെണ്ട പോലെയായി തീരുന്നു. എന്താ കാരണം? നമ്മൾക്ക് ജീവനില്ലാത്ത അവസ്ഥയാണ്. കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റെ അനുഭവമാണ്. ജീവനുണ്ടോ? ജീവനുണ്ട്. എന്നാൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുക. അനേകം കെട്ടുകൾ നമ്മളിങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ചലിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ശക്തിയോടെ മുന്നേറാൻ പറ്റുന്നില്ല. പിശാചിന് ഈസി ആയിട്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും, തകർക്കാൻ പറ്റും. നമ്മുടെ പരാജയം കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. സഹോദരങ്ങളെ, റിപ്പന്റ് ചെയ്യണം. ശത്രുവിന്റെ മേൽ വിജയം തരുന്ന യേശുവിന്റെ രക്തം, ശത്രുവിന്റെ മേൽ വിജയം തരുന്ന യേശുവിന്റെ രക്തം. അവസാനമായി നമ്മൾ മനസ്സിലാക്കുക, കർത്താവിന്റെ രക്തം ചിന്തലിലൂടെ എല്ലാ സ്വർഗീയമായ നന്മകളും നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ബ്ലെസ്സിങ്സ് അല്ല, എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളാലും നന്മകളാലും പരിശുദ്ധ ത്രിത്വം നമ്മളെ സമ്പന്നരാക്കി. നമ്മളെത്ര ബ്ലെസ്സഡ് ആണ്! ഓ സഹോദരങ്ങളെ, നമ്മുടെ സമ്പന്നത നമ്മൾ തിരിച്ചറിയണം. നമ്മളിങ്ങനെ പലപ്പോഴും ഈ സമ്പന്നത തിരിച്ചറിയാതെ ഭിക്ഷക്കാരെ പോലെ, നമ്മളിങ്ങനെ ഒന്നുമില്ലാത്തവരെ പോലെ പരാതി പറഞ്ഞ് പിറുപിറുത്ത് കുറ്റപ്പെടുത്തി ന്യായീകരിച്ച് മുറുമുറുത്ത് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം നരകതുല്യമാക്കി ജീവിക്കുകയാണ്. നമ്മുടെ സമ്പന്നത നമ്മൾ തിരിച്ചറിയുന്നില്ല. പരിശുദ്ധ വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം വഴി എല്ലാ നന്മകളാലും നമ്മൾ സമ്പന്നരായിരിക്കുന്നു. ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 20-21 വചനങ്ങൾ വായിക്കാം. നമ്മൾ ഈ സെഷൻ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. എല്ലാ നന്മകളും കൊണ്ട് നിത്യമായ ഉടമ്പടിയുടെ രക്തം, അത് പരിശുദ്ധ രക്തമാണ്, യേശുവിന്റെ തിരുരക്തമാണ്. ആ തിരുരക്തത്താൽ എല്ലാ നന്മകളാലും നിങ്ങൾ സമ്പന്നരാകട്ടെ, ധന്യരാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്തത്തിലൂടെ എല്ലാ നന്മകളും നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. നമ്മളെത്ര സമ്പന്നരാണ്, നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സ് തിരിച്ചറിയണം. നമ്മൾ ഈശോയെ നമ്മൾ ചങ്കായി സ്നേഹിക്കണം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത, നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യം, സഹോദരങ്ങൾ, ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രമാത്രം നമ്മൾ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, ഈ 4 ദിനങ്ങൾ ഈശോ നമുക്ക് സമ്മാനിച്ചതാണ്. അവൻ്റെ രക്തത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ആ പരിശുദ്ധ രക്തത്തെ ധ്യാനിക്കുവാനും ആ രക്തം ചിന്തയിലൂടെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുവാനും സ്വർഗം നൽകിയ ഈ 4 ദിനങ്ങളെ ഓർത്ത് നന്ദി പറയാം. നമ്മൾ കൂടുതൽ തിരുരക്തത്തെ സ്നേഹിക്കുക, തിരുച്ചോറയോട് ഭക്തിയുള്ളവരാകുക.
തിരക്തത്തിൻ്റെ ജപമാല. നമ്മൾ തിരക്ത ജപമാല ചൊല്ലി പറ്റുന്നവരിങ്ങനെ പ്രാർത്ഥിക്കുക. തിരക്തത്തിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. തിരക്തത്തെ കൂടെ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സാക്ഷി വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മൾ ആത്മീയമായും ശക്തീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മ അഭിഷേകമുള്ളവരാകാൻ, എല്ലാ മലിനതകളിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവിൻ്റെ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ വിമോചനത്തിൻ്റെ ശക്തി നിറയാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ തിരക്തം നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഈ രക്തം ആരെല്ലാം കുടിക്കുന്നുവോ അവർ വളരെ പവർഫുള്ളാണ്. അവരെ തകർക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധിക്കുകയില്ല. തിരക്തത്തിന് മറവിലായിരുന്നു ഈശോയുടെ പരിശുദ്ധമായ രക്തത്തെ കൂടുതൽ സ്നേഹിച്ച്, കൂടുതൽ ഭയഭക്തി ആദരവുകളോടെ നമുക്ക് കർത്താവിൻ്റെ ആ പരിശുദ്ധമായ രക്തത്തെ സ്വീകരിക്കുവാനും സ്വന്തമാക്കുവാനും പാനം ചെയ്യുവാനും തുടർന്നുള്ള ദിനങ്ങളിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മെ തന്നെ സജ്ജമാക്കുകയും ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, 1-2 കാര്യം പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നാളെ മുതൽ അടുത്ത 4 ദിനങ്ങളിൽ മണിപ്പൂരിലെ നമ്മുടെ ജനത്തിനു വേണ്ടി നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വലിയ വിഷയമാണ് ഇപ്പോൾ മണിപ്പൂർ. അവിടെ ഒരുപാട് പ്രതിസന്ധികളും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സഹായം ദൈവത്തിൽ നിന്ന് മണിപ്പൂരിനായി, സ്വർഗത്തിന് ഇടപെടലുകൾക്ക് വേണ്ടി കാരണം പ്രാർത്ഥിക്കുക. ഇനി ഇതിലൂടെ നമുക്ക് ഇതിലൊരു സമാധാന സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വചനത്തിൽ കണ്ടു, കൊളോസ്സസ് 1:20, ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിലൂടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടു. തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. മണിപ്പൂർ ജനത്തിൻ്റെ മേൽ, ആ സ്റ്റേറ്റിൻ്റെ മേൽ, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മേൽ, അധികാരികളുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. 4 ദിനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. നിങ്ങൾ അനേകരോട് ഇത് പറയണം. മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ രാത്രി 9 മുതൽ 10:30 മണി വരെ, ജൂലൈ 30 മുതൽ നാളെ ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി വരെ നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം. ഒപ്പം നമ്മൾ 6-ാം തീയതി മുതൽ, ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ ഷെക്കേന ന്യൂസിലൂടെ 33 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പൊന്നുമോൻ, നമുക്ക് പലർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട ഫാദർ ഷാർലോ ഏഴാനിക്കാട്ടച്ചനാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും സമൂഹങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരുങ്ങുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം സമ്മാനിച്ചിരിക്കുന്ന ഈ 33 ദിനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കർത്താവിന്. സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ അമ്മ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ അമ്മയുടെ ജനന തിരുനാളാണ്. ആ ജനന തിരുനാളിൽ ഒരുമിച്ച് പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നമ്മൾ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയെല്ലാം അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ആരെല്ലാം അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്നുണ്ടോ അവരെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അഭയ സങ്കേതമാണ് നമ്മുടെ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം. ആ ഹൃദയത്തിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്, അവിടെ നമുക്ക് അനുഗ്രഹമുണ്ട്, അവിടെ നമുക്ക് എല്ലാ കൃപകളുമുണ്ട്. അമ്മയുടെ അരികിൽ നമുക്ക് അണയാം. 33 ദിവസങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുക. അനേകരോട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. അങ്ങനെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ 1000-ങ്ങളെ 10,000-ങ്ങളെ സജ്ജമാക്കണം. സഭ ഉണരട്ടെ, സഭയ്ക്ക് നന്മയുണ്ടാകട്ടെ, സഭയിൽ സമാധാനമുണ്ടാകട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാധ്യമ ശുശ്രൂഷകൾ യേശു ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുവാനായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ സഹായിക്കണം. സാമ്പത്തികമായി സഹായിക്കണം. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് പല എക്യുപ്മെൻറ്റ്സുകൾ വാങ്ങേണ്ട സമയമായി. പലപ്പോഴും സാലറി കൊടുക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു. പിന്നെ എങ്ങനെ നമുക്ക് എക്യുപ്മെൻറ്റ്സുകൾ വാങ്ങാൻ സാധിക്കുക?
നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ സഹായിക്കുക. അവിടെ ആ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. പലരും സഹായിക്കുന്നു. പലരും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും വളരെ വളരെ കാര്യമായി സഹായിക്കുന്നു. ആ സഹായവും കരുതലും കൊണ്ടാണ് ഈ മാധ്യമ ശുശ്രൂഷയെ പരിശുദ്ധാത്മ നയിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഒത്തിരി സന്തോഷമുണ്ട്. അവരെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ നാമത്തിൽ അവരെല്ലാം അനുഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിലപ്പെട്ട സഹായങ്ങൾ നൽകണമേ. 1 രൂപ പോലും പാഴായോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കില്ല. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമാണ് അത് ചെലവഴിക്കുക. അതുപോലെ നാളെ മുതൽ ആരംഭിക്കുന്ന ഡുനാമിസ് പവർ റിട്രീറ്റ് ടീം ഷെക്കിൻ്റെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവേലിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ധ്യാനം ഇനി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങളത് ബുക്ക് ചെയ്യണം. നിങ്ങൾ കടന്നു വരണം. 5 ദിവസം നമുക്ക് ഒരുമിച്ച് അവിടെ ആയിരിക്കാം. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം, പരസ്പരം കാണാം, ഈശോയെ ആരാധിച്ച് കാലഘട്ടത്തിന് അഭിഷേകം സ്വന്തമാക്കി കർത്താവിനും സഭയ്ക്കുമായി ഉജ്ജ്വലിക്കുന്നവരായി നമുക്ക് മാറാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോവാണ്. കർത്താവിന് തിരക്തത്തെ വിളിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, തലമുറകളിൽ അത്ഭുതകരമായ സൗഖ്യത്തിനും വിടുതലിനും വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇരുകരങ്ങളും അല്പം യാചന രൂപത്തിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം. നമുക്ക് ഒന്നിച്ചൊരു മനസ്സോടെ സ്വരമുയർത്തിയേറ്റു പറയാം. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ ഈശോ കടന്നു വരുന്ന സമയം യേശു മാത്രം കർത്താവെന്ന് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, ഈശോ എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കരങ്ങൾ അൾത്താരയിലേക്ക് എല്ലാവരും തുറന്നു പിടിക്കുക. ജീവിക്കുന്ന കർത്താവ്, ജീവനുള്ള ദൈവം തിരുവോസ്തിരൂപനായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ വരുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പാടുന്നു. ഈശോയെ കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ രക്തം നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആമേൻ, ആമേൻ. കർത്താവേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. Every knee shall bow, every tongue confess that Jesus is the Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും,
യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഭയഭക്തി ആദരവോടെ ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ് തിരുവോസ്വരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഈശോയുടെ രക്തം ചിന്തലിലൂടെ നമുക്ക് സമ്പൂർണമായ രക്ഷ, വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുകയാണ്. അവന്റെ രക്തം വഴി രക്ഷയും ലഭിച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മളെ ശുദ്ധീകരിക്കുന്ന എല്ലാ അശുദ്ധികളിൽ നിന്നും, സകലവിധ മലിനതകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് യേശുവിന്റെ പരിശുദ്ധമായ രക്തം. ഈശോയുടെ രക്തം പിശാചിന്റെ മേൽ നമുക്ക് വിജയം നൽകുന്നു. നമ്മിൽ സാക്ഷ്യത്തിന്റെ വചനമുണ്ടെങ്കിൽ ഒരു തിന്മയെയും നമ്മൾ ഭയപ്പെടേണ്ട. മന്ത്രവാദമാകട്ടെ, കൂടോത്രമാകട്ടെ, ആഭിചാര പ്രവർത്തികളാകട്ടെ, ക്ഷുദ്രപ്രയോഗങ്ങളാകട്ടെ, എത്ര വലിയ വിധത്തിലുള്ള പൈശാചികമായ പ്രവർത്തികളാകട്ടെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ഈ സാക്ഷ്യത്തിന്റെ വചനമുണ്ടെങ്കിൽ ശത്രുവായ പിശാചിന്റെ മേൽ യേശുവിന്റെ രക്തം നമുക്ക് വിജയം തന്നിരിക്കുന്നു. ഈശോയെ, 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 യേശുവിന്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ രക്തം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന, കൈവന്നിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും നന്മകളെയും സ്വന്തമാക്കി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കർത്താവിന്റെ തിരുരക്തത്തിന് മറവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുച്ചോരയുടെ മറവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ തലമുറകളെ കർത്താവിന്റെ രക്തത്തിന് മറവിലേക്ക് കൊണ്ടുവരിക. എല്ലാ പൈശാചിക പീഡകളും, നാരിക ശക്തികള്, അന്ധകാര പോരുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, ദുഷ്ടന്റെ ആക്രമണങ്ങള് തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ, തിരുരക്തത്തിന്റെ അനന്തമായ അഭിഷേകത്താൽ, കറയില്ലാത്ത രക്തത്തിന്റെ, കളങ്കമില്ലാത്ത രക്തത്തിന്റെ, പരിശുദ്ധമായ രക്തത്തിന്റെ അനന്ത ശക്തിയാൽ അതെല്ലാം തകർക്കപ്പെടുവാൻ, ഛിന്ന ഭിന്നമാകുവാൻ നമ്മൾ ഒന്ന് ചിരമനസ്സോടെ വിളിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, യേശു രക്തത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് തിരുരക്തത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവായ യേശുവിന്റെ തിരുച്ചോരയുടെ അനന്തമായ അഭിഷേകം അനേകം ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു, കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. പാപത്തിന് എന്റെ മേൽ ഇനി അധികാരമില്ല, ശാപത്തിന് എന്റെ മേൽ ഇനി അവകാശമില്ല. കർത്താവ് തന്റെ കുരിശിലെ ബലിയിലൂടെ എനിക്ക് വിജയം തന്നിരിക്കുന്നു, വീണ്ടെടുപ്പ് തന്നിരിക്കുന്നു, സൗഖ്യം തന്നിരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ എനിക്ക് സൗഖ്യമുണ്ട്, വിമോചനമുണ്ട്, അനുഗ്രഹമുണ്ട്, അഭിഷേകമുണ്ട്, സമാധാനമുണ്ട്. ഇരു കരങ്ങളുയർത്തി വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തിയോടെ വിളിച്ച ഈശോയെ, ഇത് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ ശക്തി പുറപ്പെടുന്നു. ലംബി കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തി, മുഖങ്ങളെ ഒടിക്കുന്ന ശക്തി, പാപരോഗ ശാപബന്ധനങ്ങളെ തകർക്കുന്ന ശക്തി, തലമുറകളെ വിടിവിക്കുന്ന ശക്തി, തലമുറകളെ സ്വതന്ത്രമാക്കുന്ന യേശുവിന്റെ രക്തം തലമുറകളിൽ വീഴട്ടെ, കുടുംബങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ, വ്യക്തി ജീവിതങ്ങളിലേക്ക് അത് പ്രവഹിക്കട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ,
യേശുവിന്റെ രക്തം കൊടുത്ത് ആമേൻ. എന്നെ അവൻ വീണ്ടെടുത്തു. ആ ഉറപ്പോടെ പാടി ആരാധിച്ച് തന്നെ ജീവൻ കൊടുത്ത് ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്നെ അവൻ സ്വന്തമെടുത്തു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, യേശുവിന്റെ രക്തം കൊടുത്ത് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി, എന്നെ അവൻ സ്വന്തമെടുത്തു. അവൻ നമ്മളിൽ സമാധാനം സ്ഥാപിച്ചു, തന്നെ ജീവൻ കൊടുത്ത് ഈശോ നമ്മെ നീതീകരിച്ചു. അവൻ സ്വന്തമെടുത്തു. കരങ്ങൾ അല്പം ഉയർത്തി. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. Yes, Lord. പാപത്തിനെന്റെ വിശ്വസിക്കുന്നു. മേൽ ഭരണമില്ല, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ഈശോ, ഈശോ, ഈശോ. പീഡകളാൽ ഈശോ, 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 ഈശോ. സാത്താൻ ശാസിക്കുന്നു. ഈശോയേ, എന്നേക്കും തിരുരക്തമേ, വിട്ടുപോകാൻ തിരുരക്തമേ, തിരുച്ചോരയെ അത്ഭുത വിടുതലുകൾ നൽകണമേ, അഭിഷേക കൃപകൾ പകരണമേ. യേശുവിന്റെ രക്തം, സാത്താനെ ശാസിക്കുന്നു. Blood of Jesus. എന്നേക്കും വിട്ടുപോകാൻ ഇരു കരങ്ങളെത്തി വിളിച്ച് കർത്താവിന്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ ലഭിച്ച സൗഖ്യവും വിമോചനവും അനുഗ്രഹവും അഭിഷേകവും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഒന്നിച്ച് കരമേർത്തി വിളിക്കുന്നു. യേശുവേ, ഈശോയേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, തിരുച്ചോരയാൽ എന്നെ മുദ്ര ചെയ്യണമേ, തിരുരക്തത്താൽ എന്നെ വിമോചിപ്പിക്കണമേ, തിരുരക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ. പാപത്തിന് എന്റെ മേലിന് അധികാരമില്ല, പാപത്തിനെന്റെ മേൽ ഭരണമില്ല. ഒരു ആമേൻ. തിന്മയും എന്നെ ഇനി തൊടുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, പാപത്തിനെന്റെ മേൽ ഞങ്ങൾ അങ്ങയുടെ രക്തത്തിന്റെ മറവിലാണ്, ഒരു തിന്മയും എന്നെ ഇനി ഞങ്ങൾ തിരുച്ചോരയുടെ മറവിലാണ്. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. കുടുംബങ്ങളിൽ വിട്ടൊഴിഞ്ഞു പോവുക, എന്നേക്കും വിട്ടുപോകാൻ നിത്യ നരകത്തിലേക്ക് വിട്ടുപോവുക. സാത്താനെ കുടുംബങ്ങൾ ശാസിക്കുന്നു. വിമോചനത്തിലേക്ക് വരട്ടെ, എന്നേക്കും സമാധാനത്തിലേക്ക് വരട്ടെ, കൃപയിൽ നിറയട്ടെ, അഭിഷേകത്തിൽ നിറയട്ടെ. ഓരോ ഭവനത്തിലും തിരുരക്തത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. തിരുച്ചോരയുടെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി ഓരോ കുടുംബത്തിലും വ്യാപരിക്കട്ടെ, തലമുറകളിൽ വ്യാപരിക്കട്ടെ, വ്യക്തി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കുരിശിലെ ബലിയിൽ, കുരിശിലെ ബലി വഴി ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, ഭവനത്തിലായിരിക്കുന്നവർ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, മാതാപിതാക്കൾ, മക്കളുടെ ഭാര്യ, ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, സമർപ്പിത സമൂഹങ്ങളിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കരങ്ങൾ കോർത്തു പിടിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഏറ്റുപറഞ്ഞ് പാപത്തിന്, ശാപത്തിന്, പൈശാചിക ശക്തികൾക്ക് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ, എന്റെ സമൂഹത്തിന്റെ മേൽ അധികാരമില്ല, അവകാശമില്ല. ഞാൻ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ആ ബോധ്യത്തോടെ ഏറ്റുപറഞ്ഞ് ഈശോയേ, പാപത്തിനെന്റെ മേൽ മരണമില്ല, മേൽ ഒരു തിന്മയും Glory, എന്നെ glory. തൊടുകയില്ല. Power, power. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ ഈശോ, മേൽ ഈശോ. മരണമില്ല, ഈശോ. ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. നിത്യ നരകത്തിലേക്ക് വിട്ടൊഴിഞ്ഞു പോവുക. എന്നേക്കും വിട്ടുപോകുക. ഞങ്ങൾ യേശുവിനുള്ളവരാണ്, സാത്താനെ ശാസിക്കുന്നു. ഞങ്ങൾ കർത്താവിനുള്ളവരാണ്, എന്നേക്കും വിട്ടുപോകുക. ഞങ്ങൾ ദൈവത്തിന്റെ സമ്പത്താണ്. സാത്താനെ ശാസിക്കുന്നു. ഈശോയേ, എന്നേക്കും വിട്ടുപോകുക. കോർത്തു പിടിച്ച കരങ്ങൾ പൂർണ്ണ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ വിളിക്കുന്നു, ചങ്ക തുറന്ന് വിളിക്കുന്നു. ഈശോയേ, പരിശുദ്ധ രക്തമേ, തിരുരക്തമേ, അമൂല്യ രക്തമേ, കറയില്ലാത്ത രക്തമേ, കളങ്കമില്ലാത്ത രക്തമേ, വിലയേറിയ രക്തമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ
വ്യക്തിയും ഓരോ കുടുംബവും തിരുച്ചോരയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു, സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ദേശാന്തരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ബ്ലസ് 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 ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഒരു നിമിഷം ശാന്തമായി നമ്മൾ പരിശുദ്ധ കുർബാന ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. തിരുരക്തത്തിൻ്റെ മറവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും കൊണ്ടുവരിക. നമ്മൾ പിശാചിനുള്ളവരല്ല, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, നമ്മൾ പാപത്തിനുള്ളവരല്ല. നമ്മൾ ഈശോയുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ സമ്പത്താണ്. അതേ സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ സമ്പത്താണ്. നമ്മുടെ അവകാശമാണ് നമ്മുടെ ഈശോ. അവനോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിനോട് ഐക്യപ്പെട്ട് ഈ വിശ്വാസയാത്ര പൂർത്തീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യരക്ഷയുടെ അനുഭവത്തിൽ ദിനംതോറും ജീവിക്കുന്നവരാകുക. ലോകത്തെ ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകുന്നവരായി മാറുക. പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം. ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തത്തോട് ഭയഭക്തി ആദരവുള്ളവരും ഈശോയുടെ പരിശുദ്ധ രക്തത്തെ സ്നേഹിക്കുന്നവരും ആ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും തിരുരക്തത്തോടെ ലഭിച്ച അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സ്വന്തമാക്കി ജീവിക്കുന്നവരുമായി നമുക്ക് മാറാം. അതിനായി നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളെയും നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം സഭയിലുള്ള മറ്റ് മാധ്യമ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുക. ശാലോമിന് വേണ്ടി, ഗുഡ്നസ്സിന് വേണ്ടിയും മറ്റ് മീഡിയാസിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം. നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന ടീം ഷക്കീനയുടെ നേതൃത്വത്തിലുള്ള ഡുനാമിസ് പവർ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാം. ഇടമുറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും നിറവും ദൈവജനം മുഴുവൻ അനുഭവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരേ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം ഹൃദയം തുറന്ന് ഒന്നിച്ചു വിളിക്കാം. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുച്ചോരയാൽ ഞങ്ങൾ മറയ്ക്കപ്പെടട്ടെ. എന്റെ കർത്താവിന്റെ തിരുരക്തത്താൽ ഞങ്ങൾ പൊതിയപ്പെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ, നവീകരിക്കപ്പെടട്ടെ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.